ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ സാധാരണ ഷോർട്സ് ആണ് ഇടാറുള്ളത്. എന്നാൽ ഇന്നൊരു ഒരു കുക്കിംഗ് വ്ളോഗ് ഇടാമെന്ന് കരുതി ഞാൻ ക്രാബ് മേടിച്ചു. ഫസ്റ്റ് ടൈം മേടിച്ചതാണ്. അപ്പോൾ അതൊന്ന് ആദ്യമായിട്ട് കറി വെക്കാനും പോവാണ്, അന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. അതിന് മുന്നേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഷോർട്സിൻ്റെ ആ ഒരു സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേനും 92% സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അപ്പോൾ നമുക്കിത് ക്ലീൻ ആക്കുന്നതിലോട്ട് കിടക്കാം. ഓൾറെഡി എനിക്ക് ഞാൻ മേടിച്ചെടുത്തു നിന്ന് അവർ കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയായിരുന്നു തന്നെ. എന്നാലും നമ്മളൊന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കണമല്ലോ. അവർ വെള്ളത്തിലൊഴിച്ചൊന്നും കഴുകാതൊക്കെയാണ് തരുന്നത്. അപ്പം നമ്മളതൊക്കെ ചെയ്യണമല്ലോ. അത് കാരണം ഞാൻ അതൊന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതി. ഒന്നുകൂടെ എനിക്കിതെങ്ങനെയാണ് ക്ലീൻ ആക്കേണ്ടതെന്നും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഊഹം അനുസരിച്ച് ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചു. ഇങ്ങനല്ലേ ഓരോന്നൊക്കെ പഠിക്കുന്നതെന്ന് കരുതി. അങ്ങനെ ഞാൻ അതെല്ലാം ക്ലീൻ ആക്കി വെച്ച് ഇഞ്ചി, ചെറിയുള്ളി, സവാള, മുളക്, തക്കാളി, കറിവേപ്പില ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് അരിയണം. കുറച്ച് ടാസ്കിയാണ്, എന്നാലും നമുക്ക് നോക്കാം. മടിയായിട്ടൊക്കെ ചെയ്യാൻ സത്യം പറഞ്ഞു. പിന്നെ കഴിക്കണമെങ്കിൽ ചെയ്യണം, അല്ലാണ്ട് വേറെ വഴിയില്ല. പ്രത്യേകിച്ച് ഈ ചെറിയുള്ളി ക്ലീൻ ചെയ്യുന്ന കാര്യം ഭയങ്കര പാടാ. ബാക്കിയൊക്കെ പിന്നെയും കുഴപ്പമില്ല. അതിനെ നോക്കാം എത്ര നേരം എടുക്കുമാവും. ഈ മേടിച്ച് കഴിയുമ്പോഴത്തേക്കിന് അയ്യോ മേടിക്കണ്ടായിരുന്നു, ഇത്രയും ടാസ്ക് ആണല്ലോ നോക്കുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇഞ്ചി, സവാള, ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഞാൻ ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകാൻ വെച്ചേക്കാണ്. അരിയണത് അത്ര എനിക്ക് ടാസ്കുള്ള പരിപാടിയല്ല, പെട്ടെന്ന് കഴിയും. ഈ ക്ലീൻ ചെയ്യലാണ് ബുദ്ധിമുട്ട്. അരിയലും വെക്കലും ഒന്നും അത്ര ടാസ്കുള്ള പരിപാടിയില്ല. ഞാൻ ഒരു മൂൺ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഇതിൽ മൂൺ ഷേപ്പിൽ മുഴുവൻ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഈ മീൻകറി ഒക്കെ വെച്ചിട്ടുണ്ട്, മീൻകറി, പ്രോൺസ് കറി. പക്ഷെ ഞാൻ ആദ്യമാണ് ഇങ്ങനല്ലേ ഓരോന്ന് പഠിക്കുന്നത്. നമുക്ക് നോക്കാം എന്താകുമോ എന്തും നമ്പരാനറിയാം. അപ്പൊ നമ്മളുടെ അരിയലിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വെക്കുന്നതിലോട്ട് കിടക്കാം. ഇവിടെ ഞാൻ എല്ലാം ഞണ്ടും ഒരു സവാളേൻ്റെ ഇത് ഞാൻ എത്ര കഴുകിയിട്ടും എനിക്കൊരു തൃപ്തി അങ്ങോട്ട് വരുന്നില്ലായിരുന്നു. അതാണ് ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചു. പിന്നെ ഇത് അരിഞ്ഞു വെച്ചിരുന്നത് ചെറിയുള്ളി, സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ ഞാൻ എന്നിട്ട് ഇതെല്ലാം വെവ്വേറെ പാർട്സ് ആക്കിയാണ് ഞാൻ വെച്ചേക്കുന്നത്. ഈ ക്രാബ് ചെറിയ കാല് വേറെ, വലിയ കാല് വേറെ, ബോഡി വേറെ, അങ്ങനെ പലതായിട്ട് ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു. ആക്ച്വലി ചൂടാകുന്നതിന് മുന്നേ, ആ വെള്ളം വറ്റുന്നതിൻ്റെ മുന്നേ ഞാൻ എണ്ണ ഒഴിച്ചു. എന്നിട്ട് കടുക് ഇട്ടു. കടുക് കുറേ ടൈം എടുത്താൽ പൊട്ടിയത്. അതിനിപ്പോഴാണ് ഞാൻ ഓർത്തത് ഗ്യാസ് ഞാൻ കുറച്ചായിരുന്നു വെച്ചിരുന്നതെന്ന്. കടുക് ഇട്ടു. പിന്നെ ഞാൻ ജീരകവും ഇട്ടു. ജീരകം എന്തിനാ ഇട്ടേന്ന് പോലെ അറിയത്തില്ല, ചുമ്മാ അങ്ങിട്ടു, അത്രയേ ഉള്ളൂ. ജീരകം ഇട്ടു. അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളിയും സവാളയും കൂടെ ഇതിലേക്ക് ഇട്ടൊന്ന് ആകാൻ വെച്ചു. ഒന്ന് വഴലാൻ ഉപ്പ് ഇട്ട് വെച്ചു. ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കൂടി ഇട്ട് ഒന്ന് വെള്ളം വെച്ചു. ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ലേശം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്രൗണിഷ് കളറൊക്കെ ആയപ്പോഴത്തേന് തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ടു. അപ്പോൾ തക്കാളി ഒന്ന് സെറ്റ് ആവണമല്ലോ, അത് കാരണം കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പെപ്പർ, പിന്നെ പെരുംജീരകം, ഗരം മസാല ഇതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു പീസ് മാങ്ങയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇളക്കി. ഈ ഞണ്ടും മസാലയെല്ലാം ഞാൻ എടുത്ത് ഇട്ടു കേട്ടോ ഓൾറെഡി. എന്നിട്ട് ഞാൻ ഈ ഞണ്ടും ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ആ മസാലയൊക്കെ കംപ്ലീറ്റ് അതിൽ നിന്ന് പിടിക്കട്ടെ എന്ന് എഴുതി കംപ്ലീറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഞാൻ പിന്നെ ആ മസാലപാത്രം കഴുകിയ ശേഷം വെള്ളം ഒഴിച്ചു. ആ ഞണ്ടൊന്ന് തിളച്ച്, അതായത് വെന്ത് വരണമല്ലോ. അങ്ങനെ നല്ല രീതിയിൽ ഒരു 10 മിനിറ്റ് ഇപ്പം ഞാൻ വെച്ചുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ തിളച്ചു 10 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കിന്. അതിനുശേഷം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ അരച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടായിട്ടാണ് എടുത്ത് വെച്ചത്, 1-ാം പാലും 2-ാം പാലും. ഫസ്റ്റ് ഞാൻ 2-ാമത്തെ പാൽ ഒഴിച്ചു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ 1-ാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില അതിൻ്റെ മണ്ടയിൽ തൂക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ അടച്ച് വെച്ച് ഒരു 20 to 25 മിനിറ്റ് അത്ര വെച്ചുള്ളൂ. 20 to 20 ഫസ്റ്റ് ഞാനൊരു 10 മിനിറ്റ് വെച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് 20 to 25 മിനിറ്റ് ഞാൻ അടുപ്പിൽ വെച്ച് സ്ലോയിലിട്ടിട്ടാണ് കേട്ടോ. ആദ്യം ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത്. അത് കഴിഞ്ഞ് സ്ലോയിലിട്ട് കുക്ക് ചെയ്തെടുത്തു.
ഇത് കുക്ക് ചെയ്ത് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് താളിച്ചു, അതായത് ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ടൊന്ന് താളിച്ചു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുവാണെങ്കിലും എൻ്റെ പരീക്ഷണം വിജയിച്ചു.